നമ്മുടെ കുട്ടികൾക്ക് വലിയ വലിയ എക്സാമിനെക്കുറിച്ച്, വലിയ വലിയ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ പറയാൻ അറിയുന്നവരുടെ എന്തെങ്കിലുമൊക്കെ സ്പീച്ചസ് കൊടുക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പോൾ കാംബ്രിഡ്ജിലടക്കം, ലോകത്തിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസ് ആയിട്ടുള്ള കാംബ്രിഡ്ജിലടക്കം മലയാളി കുട്ടികളുടെ സാന്നിധ്യം കൂടുതലായി വരുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഏതെങ്കിലും ഇതിലേക്ക് പഠിപ്പിക്കാൻ പെടല്ലേ, ഏറ്റവും ടോപ്പ് ലെവലിലുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ മോഹിക്കുക. എനിക്കിപ്പോൾ വലിയ സന്തോഷത്തിൽ നിൽക്കുന്നൊരു സമയമാണ്. ഞാനിങ്ങനെ +1 മുതലേ പഠിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ള മുസ്തഫ എന്ന് പറയുന്ന കുട്ടി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ PhD എടുത്തിരിക്കുക. നമ്മുടെ ഒരു സന്തോഷമുണ്ട് അധ്യാപകൻ എന്ന നിലക്ക്. അവൻ റിസർച്ച് കഴിയുമ്പോൾ അപ്പം നമ്മൾ ഗൈഡൻസ് കൊടുത്തിട്ട് പോയി കുട്ടികൾ അങ്ങനെ എത്രയും മഹലിലെ കുട്ടികൾ അഥവാ ഉയർന്ന തലത്തിൽ പഠിക്കണം. അവന് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഹൈദരാബാദിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ 8,000-10,000 ഒക്കെ മാസത്തിൽ സർക്കാർ ഇങ്ങോട്ട് കൊടുത്തിരുന്നു. വേറൊരു മാലിക് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ട് കാടാമ്പുഴ ഭാഗത്ത്, ഇവിടുന്നാണ്ട് ഇറങ്ങിയാൽ തന്നെയല്ലേ ഈ കാടാമ്പുഴ ഭാഗത്ത് മാലിക് അന്ന് സിംഗപ്പൂർ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ അന്ന് പഠിച്ചിരുന്നത് ഏകദേശം 75,000-80,000 രൂപ ഇങ്ങോട്ട് കിട്ടിയിട്ടാണ് മാസത്തിൽ, പെർ മന്ത്. ഇപ്പോൾ സ്കോളർഷിപ്പ് എക്സാമിനേഷനെ കുറിച്ചിട്ട് നിങ്ങൾ പൈസ മാത്രം ഇങ്ങനെ ചിലവാക്കല്ലേ. നിങ്ങളിപ്പോൾ ഇന്നിവിടെ പറഞ്ഞ എല്ലാ പദ്ധതികളും ഇക്ബാൽ സാർ നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാം സാമ്പത്തികവുമായി ബന്ധപ്പെട്ടതുണ്ട്. അല്ലാതെയും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഫോർ എക്സാമ്പിൾ, ഈ മഹലിലെ കുട്ടികളൊക്കെ പാടെ കൂട്ടുക, ഒരു 7ാം ക്ലാസ്സിൻ്റെയും 10ാം ക്ലാസ്സിൻ്റെയും ഇടയ്ക്കുള്ള മക്കൾ, എന്നിട്ട് അവർക്ക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് കൊടുക്കുക. വലിയ പൈസ ചിലവൊന്നുമില്ല. വ്യത്യസ്തമായ ഇൻ്റലിജൻസുകളെ കൊടുത്തുള്ള ടെസ്റ്റ്, നിങ്ങൾക്ക് അധികം പൈസ ചിലവാവില്ല. പക്ഷെ ആ കുട്ടികൾ എങ്ങോട്ട് പോകണമെന്ന് കൃത്യമായൊരു രീതി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ മുഹമ്മദ് അലി ശിഹാബിനെ കുറിച്ചിട്ട്, അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ചിട്ട്, മലപ്പുറത്ത് നിന്ന് IAS എടുത്ത് പോയിട്ടുള്ള കുട്ടികളെ കുറിച്ചിട്ട് നമ്മൾ വാദോരാതെ സംസാരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ്, ഇടയ്ക്കൊക്കെ ചാറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഇപ്പോൾ ജാർഖണ്ഡിലെ കളക്ടറായിട്ടിരിക്കുന്നു. ഈ മലപ്പുറം ജില്ലയിൽ അരീക്കോട്ടിൽ നിന്ന് കയറിപ്പോയ മനുഷ്യനാണ്. പക്ഷേ അവരൊക്കെ ഇത്തരം ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് അങ്ങനെ കയറിപ്പോയത്, ഉയർന്നു പോയത്. അപ്പോൾ നമ്മുടെ മഹല്ലിലെ സംഘത്തിന്, പ്രത്യേകിച്ച് ഈ ഓഡിറ്റോറിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഈ പ്രവാസി കൂട്ടായ്മയോടെ എനിക്ക് പറയാനുള്ളത്, ഇനി നമ്മുടെ കുട്ടികൾക്ക് അത്തരം ടെസ്റ്റുകളൊക്കെ കൊടുക്കുക. അപ്പോൾ ടെക്നിക്കലി സ്പീഡായിട്ടുള്ള കുട്ടികളെ അതിലേക്ക് വിട്, മാനേജ്മെൻറ്റിൽ ശക്തിയായിട്ടുള്ള കുട്ടികൾ അതിലേക്ക് വിട്, മെഡിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് ശക്തമായ കുട്ടികൾ അതിലേക്ക് വിട്. പക്ഷെ അതിനു മുമ്പേ നമ്മൾ ബ്രെയിൻ മാപ്പിംഗ് നടത്തണം. ആ കുട്ടിയുടെ തലച്ചോറിൽ ഏതിലേക്ക് പോകാനുള്ള കേപ്പബിലിറ്റിയാണ്, കപ്പാസിറ്റിയാണ് കൂടുതലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. യൂത്ത് എംപവർമെൻറ്റ് അധികം പൈസ ഇല്ലാത്ത പരിപാടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ നിർദ്ദേശം വെച്ചിട്ട് പോവാൻ. ഗൾഫ് നാടുകൾ അല്ലാത്ത വേറെ നാടുകൾ 42 രാജ്യങ്ങളാണ് പണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് ഓപ്പൺ ചെയ്തു വെച്ചത്. 42 രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്ക് വളരെ നല്ല രീതിയിൽ പോകാനുള്ള സാഹചര്യം. പിന്നീട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും കേൾക്കുന്നില്ല. എന്നാലും ഇനിയുള്ള കാലഘട്ടത്തിൽ എത്രയും വലിയ രാജ്യങ്ങളിലേക്കൊക്കെ പോകേണ്ട വെറും ഗൾഫിലേക്ക് മാത്രമല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. എത്രയോ രാജ്യങ്ങളിൽ, ഇപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ കേരളത്തിൻ്റെ അത്ര പോലും ജനതയില്ല, 2.5 കോടി ജനമേ ഉള്ളൂ. ഇന്ത്യയേക്കാൾ 2 ഇരട്ടി വലിപ്പമുള്ളതാണ്. നിങ്ങൾ ഈ ഭാഗത്തു നിന്നുള്ള കുറച്ച് കുട്ടികളുണ്ട്, അവിടെ കുട്ടികളോടെ പരിപാടി വെച്ചിരുന്നു. ഞാൻ ET മുഹമ്മദ് ബഷീർ സാഹിബും കൂടി പോയിരുന്നു. എത്ര മലയാളി കുട്ടി, എത്ര മലപ്പുറത്തെ കുട്ടികൾ അവിടെ ഉള്ളത്. പഠിത്തവും ജോലിയും ബിസിനസ്സൊക്കെ ആയിട്ട്. സമീറൊക്കെ ബിസിനസ്സാണ് ചെയ്യുന്നത് UK നമ്മളെ സഫീർ, അതേപോലെ തന്നെ മറ്റുള്ള കുട്ടികൾ സൂദ്, അവരൊക്കെ അവിടെ ബിസിനസ് ചെയ്യുന്നു. ഇവിടെ നീ മലപ്പുറത്തൊന്നും കോഴിക്കോട്ട് നിന്നൊക്കെ പോയ കുട്ടികളാണ്. അങ്ങനെ വലിയ വലിയ കിനാവുകൾ. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് തോന്നാറുണ്ട്, ഇയാൾ എന്തൊക്കെ ലണ്ടനും ഓസ്ട്രേലിയൊക്കെ പറയുന്നതെന്ന്. അവരൊക്കെ പറഞ്ഞ് പോയി. 2 സ്ഥലത്തും എന്നെ പരിപാടിക്ക് കൊണ്ടുപോയത് വേറെ ആരുമല്ല, എൻ്റെ വിദ്യാർത്ഥികളാണ്. ഞാൻ അഭിമാനത്തോട് കൂടിയിട്ട് പറയുന്നു. ലണ്ടനിലേക്കും ഓസ്ട്രേലിയയിലേക്കും പരിപാടി കൊണ്ടുപോയത് സംഘടനക്കാരും വേറുള്ളവരുമല്ല, എൻ്റെ വിദ്യാർത്ഥികളാണ്. അവർക്ക് സംഘടനകൾ ഉണ്ടാവാം. ആ വിദ്യാർത്ഥികളോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എന്താ? 10 വർഷം മുമ്പ് നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ചെയ്തേക്കുന്നു. അവരങ്ങനെ കുറച്ചൊക്കെ ചെയ്തപ്പോൾ അവർ ആ പൊസിഷനിലേക്ക് എത്തി. അപ്പം നമ്മുടെ കുട്ടികൾ, ഞാൻ മാത്രമല്ല ഇത് പറയുന്ന കുറേ ആൾക്കാർ കേരളത്തിലുണ്ട്. അപ്പം നമ്മുടെ മക്കളെയൊക്കെ ഇനി ഗൾഫ് നാട് എന്നതിൽ നിന്നും മാറ്റിയിട്ട് ചിലപ്പോൾ മറ്റു പല രാജ്യത്തിലേക്കൊക്കെ വിടേണ്ടി വരും. അതിൻ്റെ ശാക്തീകരണ പ്രക്രിയക്ക് കൂടി എന്താക്കണം നമ്മൾ. ഇവിടെ ഓസ്ട്രേലിയക്കും ലണ്ടനൊക്കെ പോകാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാരെ ഏജൻസികൾ വാങ്ങുന്നത് ലക്ഷക്കണക്കിന് റുപ്പീസാണ്. എത്ര പേർക്കറിയാം ലണ്ടനിലേക്കുള്ള വിസ കിട്ടാൻ 10,000 രൂപ മതി, ഓസ്ട്രേലിയയിലേക്കുള്ള വിസ കിട്ടാൻ 12,000 രൂപ മതി. പക്ഷെ അതിൻ്റെ ചില ടെസ്റ്റുകളുണ്ട്, ആ ടെസ്റ്റുകൾ പാസ്സായിട്ട് വേണാണ്ട് ചെല്ലാൻ. അപ്പോൾ വെറും 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വിസ കിട്ടും. എന്തിനാ ഈ കണ്ട ഏജൻസികൾക്കൊക്കെ 20-30 ലക്ഷം രൂപ കൊടുത്തിട്ട് നിങ്ങൾ പോണത്? അപ്പം അതിൻ്റെ ശാക്തീകരണം എന്തൊക്കെയാണ്? ഞാൻ അങ്ങോട്ട് പോകണമെന്നല്ല പറഞ്ഞത്. ഇത്തരം രാജ്യങ്ങളിലേക്ക്, എനിക്ക് 2 സ്ഥലത്തേക്കും വിസ കിട്ടിയത് ഇത്രയും പൈസ കൊടുത്തത് 10,000 രൂപ ആകെ ലണ്ടൻ്റെ വിസക്കുള്ളൂ. ഓസ്ട്രേലിയൻ്റെ വിസക്ക് 12,000. അത് മൾട്ടിപ്പിളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കുട്ടികൾക്കത് കിട്ടും, നമ്മളെക്കാൾ ഈസിയിൽ കുട്ടികൾക്ക് കിട്ടും. പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഏജൻസികൾക്ക് ലക്ഷങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ പോകല്ല. അത് ഏത് ഏജൻസി ആയാലും ശരി.
പകരം നമ്മൾ കുറച്ച് ടാക്ടിക്സോട് കൂടി കുട്ടികൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടി നമ്മുടെ കുട്ടികൾക്ക്, പ്രവാസികൾ എന്ന് പറയുമ്പോൾ 200-ലേറെ രാജ്യം, ബിസിനസ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ല രാജ്യം ഏതാണെന്ന് അറിയോ നിങ്ങൾ? ബിസിനസ് ചെയ്യാൻ ഏറ്റവും നല്ല രാജ്യം ആഫ്രിക്കയാണ് ഇനിയുള്ള കാലത്ത്. കാരണം അവിടെ റോ മെറ്റീരിയലായിട്ട് കിടക്കുകയാണ്. എത്ര ആളുകൾ അവിടെ പോയിട്ട് ബിസിനസ് ഓപ്പൺ ചെയ്യുന്നത്? ഇവിടെ തുടങ്ങുന്ന എല്ലാ സാധനം പോയിട്ട് ഒരൊറ്റ സൂപ്പർ മാർക്കറ്റ് ഇല്ലാത്ത സ്ഥലമുണ്ട് ആഫ്രിക്കയിൽ. സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ചെറിയ ഷോപ്പുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് വലിയൊരു സൂപ്പർ മാർക്കറ്റ് അവിടെ ഇടുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക അവിടെ എങ്ങനെ ഇല്ലാത്തടത്ത് എങ്ങനെ തുടങ്ങുകയെന്ന്. പണ്ട് ജപ്പാനേർ അങ്ങനെയാണ് ഷൂ തുടങ്ങിയത് എന്നാണ്. ഒരു രാജ്യത്ത് പോയപ്പോൾ അവിടെ തീരെ എന്തില്ല, ഷൂ ഇല്ല. അപ്പോൾ ആദ്യത്തെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ട് പറഞ്ഞത്ര അവിടെ ആരും ഷൂ ഉപയോഗിക്കണില്ല. അതുകൊണ്ട് നമ്മളവിടെ തുടങ്ങിയിട്ട് കാര്യമില്ല. വേറൊരാൾ പോയിട്ട് പറഞ്ഞെന്ത് പഠനമൊക്കെ നടത്തിയിട്ട് ഇവിടെ നമ്മൾ തുടങ്ങേണ്ടത്, അവിടെ ആരും ഷൂ ഉപയോഗിക്കണില്ല, അതുകൊണ്ട് നമുക്ക് തുടങ്ങിയ എല്ലാവരും ഉപയോഗിക്കൽ തുടങ്ങും. രണ്ടും രണ്ട് കാഴ്ചപ്പാടാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക്, സോഷ്യൽ ഡെവലപ്മെൻറ്റിലേക്ക്, എഡ്യൂക്കേഷനിലേക്ക്, പിന്നെ PSC UPSC പോലെയുള്ള ടെസ്റ്റുകൾ. ഞാൻ പറയും, ഇനി ഡോക്ടറാകുന്നതിനേക്കാൾ, ഡോക്ടറായിക്കോ എഞ്ചിനീയർ ആയിക്കോ, പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി ഇനി വാല്യൂ ഉണ്ടാവൽ വില്ലേജ് ഓഫീസർമാർക്കാണ്. കാരണം ഒരു വില്ലേജിൽ ഒരു ഓഫീസറേ ഉണ്ടാവുള്ളൂ, ഒരു വില്ലേജിൽ കുറേ ഡോക്ടർമാരുണ്ടാവും. അതിൻ്റെ മുകളിലേക്ക് തഹസിൽദാർ, അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ പോവുക, ഡെപ്യൂട്ടി കളക്ടർ വരെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കുട്ടികളെ ചാനലൈസ് ചെയ്യണം. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റുകൾ വരുമ്പോൾ അതിലെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യിക്കാറുണ്ടോ? സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അലിഗഡിൻ്റെ ടെസ്റ്റ് വരും, ജാമിയ മില്ലിയയുടെ ടെസ്റ്റ് വരും, JN യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് വരും, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് വരും. ആ ടെസ്റ്റ് വരുന്ന സമയത്ത് നമ്മളെ കുട്ടികളെ കൊണ്ടൊന്ന് എഴുതിപ്പിക്കും. മലയാളികൾ എഴുതിയാൽ പെട്ടെന്ന് കിട്ടുന്ന സാധനമാണത്. കാരണം നമുക്ക് ലിംഗ്വിസ്റ്റിക് എബിലിറ്റി കൂടുതലാണ്. എഴുതി ഫലിപ്പിക്കാനുള്ള കഴിവ് മലയാളി കുട്ടികൾക്ക് കുറച്ച് കൂടുതലാണ്. ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവില്ല. പറയാനേ നമുക്ക് പ്രശ്നമുള്ളൂ. ഇംഗ്ലീഷ് എഴുതി പിടിപ്പിക്കണം. 12 പേജ് നമ്മളെ കുട്ടികളെ എഴുതി പിടിപ്പിക്കും. കുട്ടികൾ സൗന്ദര്യത്തോട് കൂടിയിട്ട് പോകട്ടെ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും കയറി ചെല്ലട്ടെ. ഇങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒപ്പം അവരങ്ങനാണ്ട് പോയാൽ പോരാ. നമ്മുടെ അടുക്കള, നമ്മുടെ മടിത്തട്ട് ഇതായിരിക്കണം അവരുടെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി. മോനെ, നീ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെയായിരിക്കണം, നീ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെയായിരിക്കണമെന്ന് മാതാവിൻ്റെ ഉപദേശങ്ങൾ കേൾക്കാൻ ശക്തിയുള്ള കുട്ടിയായിട്ട് അവൻ പോകണം. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴും ഉമ്മയോട് ചോദിച്ചിട്ട് വേണം അവൻ കാര്യങ്ങൾ ചെയ്യാൻ. ആ ഒരവസ്ഥയിലേക്കായിരിക്കണം ഉമ്മയുടെ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ പോകേണ്ടത്. ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നൊരു കഥാപാത്രമുണ്ട്, മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ. ഞാൻ പറഞ്ഞതന്നെ വീണ്ടും പറയുന്നില്ല. പക്ഷേ ഉമ്മയാണ് പറഞ്ഞയക്കുന്നത്. അവിടെ പോയിട്ട് ഉന്നതമായ രീതിയിൽ ജീവിക്കുമ്പോഴും, മിസ്റ്റർ ജോർജ്, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ റിലിജിയൻ, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, ഫൈനലി, I'm a Muslim only, Mr. George. If you ask about my nation, firstly, secondly, finally, I'm an Indian only, Mr. George. നിങ്ങൾ ചോദിക്കുന്നത് എൻ്റെ രാജ്യത്തെക്കുറിച്ചാണെങ്കിൽ ഞാൻ ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമാണ്, മിസ്റ്റർ ജോർജ്. നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ മതത്തെക്കുറിച്ചാണെങ്കിൽ ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാനാണ്, നല്ല മൂല്യമുള്ളൊരു മുസൽമാൻ എന്ന് ആ ബക്കിംഗ്ഹാം പാലസിൽ പോലും വിളിച്ചു പറഞ്ഞത് സ്വന്തം മാതാവിൻ്റെ ഉപദേശമാണ്, സ്വന്തം മാതാവിൻ്റെ നിഷ്കർഷമാണ്. മോനെ, മരം കോച്ചുന്ന തണുപ്പത്ത് പോലും നീ തഹജ്ജുദ് ഒഴിവാക്കരുത് ലണ്ടൻ സിറ്റിയിൽ എന്ന ഉപദേശമാണ്. അങ്ങനത്തെ മാതാക്കളാവാനാണ് നമുക്ക് പറ്റേണ്ടത്. അങ്ങനെ നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിൽ, പിന്നെ നിങ്ങൾ പാരസ്പര്യത്തിൽ കഴിയുന്നതിൽ, പരസ്പര സ്നേഹത്തിലും സഹായത്തിലും, അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കാണുന്ന കൂട്ടത്തിൽ എത്രയോ പേര് സമ്പന്നരുണ്ട്, ഇനി സമ്പത്ത് നഷ്ടപ്പെടാനുള്ളവരുണ്ട്, ഇപ്പം സമ്പത്തില്ലാത്തവരുണ്ട്. അങ്ങനെ പറയുമ്പോൾ ആരും പേടിക്കണ്ട, ഇനി സമ്പത്തില്ലാത്തവർക്ക് ഉണ്ടാകാൻ വേണ്ടിയുണ്ട്. ഇതൊക്കെ പടച്ചോണ്ട ഓരോ രീതികളാണ്. എത്രയോ പഴയ സമ്പന്നന്മാർ സൂക്ഷ്മതയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വിധിയില്ലാത്തത് കൊണ്ടോ പാപ്പരത്വം സംഭവിച്ചവരുണ്ട്. എത്രയോ പാവപ്പെട്ട ജനങ്ങൾ കയറി ഉയരങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഇത് തിരിച്ചും മറിച്ചും അതിൻ്റെ വേവ്സ് കടന്നു പോകും. അപ്പം നമുക്ക് സമ്പത്തുള്ളിടത്തോളം കാലം മനസ്സും കൂടി ഉണ്ടാകണം. അത് നൽകാനുള്ള മനസ്സ്, പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്സ്. ഏതോ ഒരു കിഡ്നി രോഗി നമ്മളെ തേടിയെത്തുന്ന സമയത്ത് അവന് ഡയാലിസിസ് നടത്താൻ 1000 രൂപ കൊടുക്കുമ്പോൾ ആകാശത്തിൻ്റെ തമ്പുരാൻ സന്തോഷിക്കുന്നുണ്ട്. അതിനാണ് ഇതൊക്കെ നടപ്പിലാക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഈ നടപ്പിലാക്കുന്നതിന് പുറമെ ആളുകളെ സഹായിക്കുക എന്ന ഒരു കൃത്യം കൂടി നമുക്കുണ്ട്. അവിടെ ജാതി നോക്കരുത്, അവിടെ മതം നോക്കരുത്, എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കലാണ്. മതവും ജാതിയും നോക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മതം മനസ്സിലാക്കാത്തവരാണ്.
അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് റഹ്മാൻ എന്നാണ്, മുഴുവൻ ആളുകളോടും കാരുണ്യം ചെയ്യുന്നവൻ. രണ്ടാമതോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് മുഴുവൻ കാരുണ്യമെന്നാണ്. എന്നാൽ മാതാവിൻ്റെ ഗർഭത്തെക്കുറിച്ച് പറഞ്ഞതോ ആലമുൽ അർഹാം എന്നാണ്. അതേ ഭാഷ തന്നെയാണ്, കാരുണ്യത്തിൻ്റെ ലോകമെന്നാണ് മാതാവിൻ്റെ ഗർഭാശയത്തിനെ വിശുദ്ധ ഖുർആൻ വിളിക്കുന്ന പേര് ആലമുൽ അർഹാം. ബന്ധങ്ങൾ ചേർക്കുന്നതിനെക്കുറിച്ച്, സുഹൃത്ത് ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ചേർക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം സിലത്തുർ റഹം, കാരുണ്യത്തോടു കൂടിയുള്ള ബന്ധങ്ങൾ എന്നതാണ്. അവിടെ റഹ്മാൻ്റെ പേരാണ് അള്ളാഹു ഉപയോഗിച്ചത്. റഹ്മത്തുൽ ലിൽ ആലമീനാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാവിൻ്റെ ഗർഭാശയത്തിന് ആലമുൽ അർഹാം എന്നാണ് വിളിച്ചത്. ബന്ധങ്ങൾക്ക് അള്ളാഹു വിളിച്ച പേര് സിലത്തുർ റഹം എന്നതാണ്. അപ്പോൾ റഹ്മാനും റഹീമും, അള്ളാഹുവിൻ്റെ റഹ്മത്തും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബ ബന്ധങ്ങളും മാതാവിൻ്റെ ഗർഭാശയത്തിൻ്റെ പരിശുദ്ധിയുമൊക്കെ ഒന്നായി കിടക്കുന്നു എന്ന് ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് മനുഷ്യബന്ധങ്ങൾ ഒന്നിപ്പിക്കലാണ്. ഇതൊരു സാമ്പത്തികപരമായ ബന്ധം മാത്രമല്ല, കുടുംബ ബന്ധം മാത്രമല്ല, ഇതൊരു സാമൂഹിക വ്യവസ്ഥിതി കൂടിയാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദീപനമാണ്, ഒരു ഉദ്ധാനമാണ്. ആ ഒരു ലോകത്തിലൂടെ കടന്നു പോകാൻ നമുക്ക് പറ്റണം. അപ്പോൾ നമ്മൾ സ്പിരിച്വൽ ഗോളിലൂടെ, സാമൂഹ്യ വ്യവസ്ഥിതിയിലൂടെ, ഫെമിലിയൽ സ്റ്റാറ്റസിലൂടെ, ഒപ്പം സാമ്പത്തികപരമായ അച്ചടക്കത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, അത് ആരോഗ്യത്തിൻ്റെ കാര്യമാണ്. ആരോഗ്യത്തെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ തീരെ ആരോഗ്യം ശ്രദ്ധിക്കാതെ അപ്പോൾ പോകുന്നത്. അസുഖം വന്നാൽ മരുന്ന് കഴിക്കുന്നവരാ മലയാളി. അസുഖം വരുന്നതിന് മുമ്പേ അത് വരാതിരിക്കാനുള്ള ശ്രദ്ധ ഏറ്റവും കുറഞ്ഞ അളവിലുള്ള ആളുകളാണ് മലയാളി. കാരണം നമുക്കറിയാം, എല്ലാം വിധിയെന്ന് നിങ്ങൾ പറയല്ലേ. ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് കുതിച്ചു ചാടിയിട്ട് ഇത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് വിധി എന്നല്ല, ഇറ്റ് ഈസ് സൂയിസൈഡ്. അത് ആത്മഹത്യ എന്നതാണ്. അതിന് കുറ്റമുണ്ട്, അതിന് ശിക്ഷയുണ്ട് അള്ളാഹുവിൻ്റെ അരികിൽ. നമ്മൾ വണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ലോറിക്ക് അങ്ങോട്ട് കരുതി കൂട്ടിക്കൊണ്ടുപോയി ജീവൻ അവസാനിപ്പിക്കുമ്പോൾ അത് ആത്മഹത്യയാണ്. എല്ലാ വിധികളും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ്. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിധിയുണ്ട്, അള്ളാഹു നമുക്ക് അയക്കുന്ന വിധിയുണ്ട്. കൂടുതലും നമ്മളായി തിരഞ്ഞെടുക്കുന്ന വിധിയാണ്. അതിൽപ്പെട്ടതാണ് ഏതെങ്കിലും കോലത്തിലുള്ള ഭക്ഷണം കഴിക്കൽ, ഏതെങ്കിലും രൂപത്തിലുള്ള രീതികൾ. ഇതൊക്കെ ആയാൽ അസുഖം വരിക എന്നത് സ്വാഭാവികമാണ്. പടച്ചോൻ നമുക്ക് തന്ന രോഗമെന്ന് പറയുമ്പോൾ പടച്ചോൻ തരുന്നതിന് മുമ്പേ നമ്മളെ ഭാഗത്തു നിന്ന് ചില ചെയ്തികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ അറിയുന്ന ഒരു പ്രദേശത്ത് ഒരു പെൺകുട്ടി ഒരു പ്രണയത്തിൽ അകപ്പെട്ടു. പ്രണയം നടക്കില്ല എന്ന് കണ്ടപ്പോൾ എലിവശം എടുത്ത് കഴിച്ചു. എലിവശം കഴിച്ച് അന്ന് വൈകുന്നേരം രാത്രിയായപ്പോഴേക്ക് കിഡ്നി പറ്റപ്പോയി. അത് പിന്നീട് മാറ്റേണ്ടി വന്നു. കിഡ്നിയുടെ ഡോണറായി അവിടെ പിന്നെ ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ ഏട്ടത്തി. അത് വിവാഹമൊക്കെ തലാക്കിയിൽ നിൽക്കാൻ അവളുടെ വയറ് കീറി അവളുടെ കിഡ്നി എടുത്ത് എന്നിട്ട് ഇതാ ഇവൾക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ രണ്ടാളും ഓരോ കിഡ്നിയും കൊണ്ട് നടക്കാൻ. ഇതിന് അള്ളാൻ്റെ വിധി എന്ന് പറയല്ലേ, ഇത് നമ്മളുടെ ചെയ്തികളാണ്. ഇന്തിഖാബ്, വിധികൾ രണ്ടെണ്ണമുണ്ട്. ഇന്തിഖാബി ഖദരി എന്ന് ഇന്തിഖാബ് എന്ന് പറഞ്ഞാൽ, ഇന്തിഖാബി ഖദരി എന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ വിധിയാണ്. മറ്റൊന്ന് മജ്ബൂരി ഖദരി, അഥവാ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വരവാണ്. അതെന്തായാലും വരും, വരേണ്ടി വന്നാൽ. പക്ഷേ കുറേ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. ഒരു മനുഷ്യനങ്ങട്ട് നമ്മൾ മുഖത്തടിച്ചിട്ട് ഇത് അള്ളാൻ്റെ വിധിയാണെന്ന് പറയല്ലേ, അതിന് നമുക്ക് ശിക്ഷയുണ്ട്, നമുക്ക് കുറ്റമുണ്ട്. ഇതേപോലെ ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതില്ലാതെയും അസുഖം വരാം. പക്ഷേ ഈ സിഗരറ്റ് വലിക്കുന്നവരൊക്കെ ചോദിക്കാറുണ്ട്, സിഗരറ്റ് വലിക്കാതെ ഇപ്പോൾ ക്യാൻസറൊക്കെ വരുന്നില്ല ആൾക്കാർക്ക്, ഞാൻ ഇപ്പോൾ ഒന്ന് വലിച്ചിട്ട് എന്താ കുഴപ്പമെന്ന്. ഡോക്ടർ ഇക്ബാൽ സാർ, ഈ അടുത്തൊരു അദ്ദേഹം മരിച്ചുപോയി, RCCയിലെ ചീഫ് ഡോക്ടറായിരുന്നു. അദ്ദേഹം എന്നോട് പറയാറുണ്ട്, പ്രസംഗത്തിൽ നിങ്ങൾ പറയണം, പുകവലിക്കാരോടും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോടും കഞ്ചാവ് വലിക്കുന്നവരോടൊക്കെ പറയണം. അഥവാ അങ്ങനത്തെ സദസ്സിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ പറയണം, അല്ലെങ്കിൽ നിങ്ങൾ കുടുംബസംഗമങ്ങളിൽ പറയണം. എന്തെന്ന് ചോദിച്ചാൽ, പുകവലിക്കാരിൽ 10 പേരുണ്ടെങ്കിൽ അതിൽ 2 പേര് രക്ഷപ്പെടും, ക്യാൻസർ ഇല്ലാതെ, അസുഖമില്ലാതെ, അറ്റാക്കൊന്നും ഇല്ലാതെ. 2 പേര്, സാധ്യത 2 പേർക്കാണ്. ബാക്കി 8 പേർക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഗുലുമാലുകൾ വരും. എന്നാൽ ഇത് വലിക്കാത്തവർക്ക് 8 പേര് രക്ഷപ്പെടും, 2 പേരെ എന്ത് ചെയ്യുള്ളൂ, അത് ബാധിക്കുള്ളൂ. അതിൻ്റെ റേഷ്യോ 2:8 എന്നതാണ്, 2:8 എന്നതാണ്. വലിക്കുന്നവർക്ക് 8ഉം വലിക്കാത്തവർക്ക് 2ഉം എന്നതാണ്. ഡോക്ടേഴ്സ് വെറുതെ പറയുന്നതല്ല, അവിടെ റിസർച്ചിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ അത്തരം ദുരന്തങ്ങളിലേക്ക് പോകാതിരിപ്പിക്കലാണ്.
ഇന്നൊക്കെ നമ്മുടെ തെരുവുകളിലൊക്കെ 12-1 മണിക്കൊക്കെ ബൈക്കും കൊണ്ട് ആളുകൾ കാത്തിരിപ്പാൻ. കാരണം ആളുകളെല്ലാം ഉറങ്ങുമ്പോൾ കഞ്ചാവിൻ്റെ പൊതിയെത്തിക്കാൻ, മറ്റ് മയക്കുമരുന്നുകളുടെ പൊതിയെത്തിക്കാൻ ഗ്രാമങ്ങൾ മുഴുവൻ സജീവമാണ്. പ്രിയപ്പെട്ട മഹല്ലുകാർ, ഇതിൻ്റെ പ്രയോക്താക്കളൊക്കെയും അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ്. വലിയ മാഫികളാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. നമ്മൾ കേട്ടില്ലേ, അതിങ്ങനെ ആവർത്തിച്ച് പറയുന്നില്ല. 14 വയസ്സായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി കഞ്ചാവ് വരുത്തിക്കുകയാണ്, എന്നിട്ട് വലിക്കുകയാണ്, എന്നിട്ട് അവരെന്നെ കൊണ്ടുപോവാണ്, എന്നിട്ട് 7 പേര് മോശമായ രീതിയിലേക്ക് അതിനെ തള്ളിവിടുകയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കണം, കുട്ടിക്ക് വയസ്സ് 14 ഉള്ളൂ എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഉപയോഗം പ്രായത്തിൻ്റെ പ്രസക്തിയില്ല, എല്ലാം അസ്തമിച്ചു പോകുന്നൊരു രീതിയാണ്. ഇത് നമ്മുടെ നാടുകളൊക്കെ ഇങ്ങനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ കൂടി ആയിരിക്കണം ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഐക്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും. ഞാനിങ്ങനെ ഡെയിലി ഒരു 30-40 കോളുകൾ കൗൺസിലിങ്ങിന് വേണ്ടി എനിക്ക് വരാറുണ്ട്. അതിനുവേണ്ടി മാത്രം നമ്മളൊരു സ്റ്റാഫിനെയും വെച്ചിട്ടുണ്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ. അവൻ പറയുന്നത് കേട്ടാൽ നമ്മളാകെ അത്ഭുതപ്പെട്ടു പോകും. ഓരോ ഉമ്മമാരും കരയാൻ, ഓരോ ഉപ്പമാരും കരയാൻ. കൊച്ചു കുട്ടികളിൽ നിന്ന് ഇതൊക്കെ വന്നിട്ട് ഇതിനെല്ലാം ഇല്ലാതെയാക്കുന്ന ജാഗ്രത കൂടി ഉണ്ടായിരിക്കണം നമ്മുടെ കുടുംബ സംവിധാനത്തിൽ. ഇങ്ങനെ സ്നേഹോഷ്പളമായി പ്രിയപ്പെട്ട മാതാവിനെ, അമ്മായിമ്മയെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് മുത്തം കൊടുക്കുന്ന മരുമക്കളും, സ്വന്തം മകളെപ്പോലെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് മരുമക്കളെ മക്കളെപ്പോലെ കാണുന്ന അമ്മായിമ്മമാരും, സ്വന്തം ഭർത്താവും ഭാര്യയും സ്നേഹത്തോടെ പ്രണയം ഏറ്റവും ശക്തമായിട്ട് വേണമെന്ന് വിശുദ്ധ ഖുർആൻ മവദ്ദത്തും വറഹ്മ, ഭാര്യ ഭർത്താക്കന്മാരെ പ്രണയിക്കണമെന്നാണ്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ദുരന്തം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊരു പ്രണയമില്ല എന്നതാണ്. പ്രണയമില്ലാത്ത ടിപ്പിക്കൽ ലൈഫിനെയല്ല അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ വേറെയാണ്, മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഒരാൾക്ക് ഒരാളോട് തോന്നുന്നത് മഹബ്ബത്താണ്, സ്നേഹമാണ്. അത് നമുക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തോന്നും, സ്നേഹിതന്മാരോട് തോന്നും, പലരോടും തോന്നാറുണ്ട്, ചിലപ്പോൾ നേതാക്കന്മാരോട് തോന്നും. പക്ഷെ മവദ്ദത്ത്, പാരസ്പര്യത്തിൻ്റെ പ്രണയം, അത് പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാത്രമാണ്. അത്ര വലിയ സുന്ദരമായ പ്രണയം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകണം. അതുകൊണ്ട് ടിപ്പിക്കൽ ലവിലേക്ക് പോകല്ലേ, സാധാരണ ജീവിതത്തിലേക്ക് പോകല്ലേ, പ്രണയാതുരമായി ജീവിക്കും നിങ്ങളെന്ന് വിശുദ്ധ ഖുർആനാണ് നമ്മളോട് പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ പ്രണയപൂർവ്വം ജീവിക്കണം, പ്രണയാർദ്രമായി ജീവിക്കണം. പ്രണയം കളഞ്ഞുകൊണ്ട് കുടുംബജീവിതമില്ല എന്ന്. പ്രണയം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതാണ്. കാത്തിരിപ്പിൻ്റെ, വിരഹത്തിൻ്റെ സുന്ദരമായ ലോകങ്ങൾ തീർക്കുന്ന, അതോടൊപ്പം സ്വന്തം മക്കളെ സുന്ദരമായി നെഞ്ചിൽ ചേർക്കുന്ന, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന, ഒപ്പം പാതിരാവിൻ്റെ നിശബ്ദതയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കിടന്നുകൊണ്ട് ലോക ജനതയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വെറുതെ ഒരു പറച്ചിലല്ല. ചെയ്തു നോക്ക് നിങ്ങൾ, എന്നേക്കുമായി ഡിപ്രഷൻ ഒഴിവാകും, മനസ്സിൻ്റെ അസ്വസ്ഥത ഒഴിവാകും, പ്രശ്നങ്ങളെല്ലാം തീരും. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിലൊന്ന് സുജൂദിൽ കിടന്നിട്ട് ഒരു ഈച്ചയുടെ തലയോളം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അങ്ങനെയാണ്, ഒരു ഈച്ചയുടെ തലയോളം കണ്ണുനീര് പൊടിഞ്ഞാൽ അള്ളാഹു അവനെ ഏറ്റവും വലിയ ഉയരത്തിലേക്ക് എത്തിക്കും, ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും എത്തിക്കും. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അടിച്ച് പൊളിച്ച് കഴിയുമ്പോഴാണ് പ്രശ്നങ്ങളെ അള്ളാഹു കൊണ്ടുവരിക. അതുകൊണ്ട് ശാന്തമായൊരു ലോകത്തിലേക്ക് നമ്മൾ എത്താനും, ഏറ്റവും പ്രവിശാലമായ ഈ പ്രപഞ്ചത്തെ പുൽകാനും, അവിടെയുള്ള എല്ലാ മനുഷ്യരാശിയെ സ്നേഹിക്കാനും, അവർക്ക് മുഴുവനും കസ്തൂരിമാനതിൻ്റെ കസ്തൂരിയുടെ സൗരഭ്യം പരത്തുന്നത് പോലെ സ്നേഹവും പുഞ്ചിരിയും, കാണുന്നവരോടൊക്കെ ചിരിക്കുക. എന്താ ഇപ്പോൾ ഒരാളെ കണ്ട് ചിരിച്ചാൽ സുന്ദരമായിട്ട് ചിരിച്ചു കൊടുക്കുക. നമ്മളിന്നാൾ എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളിങ്ങനെ കടന്നുപോയി, എൻ്റെ കൂട്ടത്തിൽ സെൽഫി എടുക്കാൻ ഏതോ 2 ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അവരിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അയാൾ പോയപ്പോൾ ചിരിച്ചു കൊടുത്ത് അയാളും ഇങ്ങനെ ആക്കിപ്പോയി. അപ്പം എന്നോട് ഇവർ ചോദിക്കും, നിങ്ങൾ അയാൾ അറിയുമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, പിന്നെന്താ ഇങ്ങനെ പരിചയം എന്ന് വെച്ച്. അദ്ദേഹം ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ എൻ്റെ മുമ്പിലൂടെ കടന്നു പോകൂ. സ്നേഹിതന്മാരോട് എപ്പോഴും നമുക്ക് ചിരിക്കാം, അവരൊരുപാട് തവണ നമ്മളിലൂടെ കടന്നു പോകും. കുടുംബക്കാരോട് എപ്പോഴും നമുക്ക് ചിരിക്കാം, ഒരുപാട് തവണ കടന്നു പോകും. പക്ഷേ ഈ മനുഷ്യനൊരു പക്ഷേ ഇത് എയർപോർട്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒറ്റത്തവണ മാത്രമായിരിക്കും അയാൾ പോവുക. അയാൾ ആരെന്ന് എനിക്കറിയില്ല, ഞാൻ ആരെന്ന് അയാൾക്കും അറിയില്ല. പക്ഷേ ആ ഒരു ചിരിയുണ്ടല്ലോ, അത് നമുക്ക് ലാഭമാണ്. കാരണം മാനവരാശിയോട് ചിരിച്ചു കൊടുക്കുന്നവന് പ്രത്യേകമായ സന്തോഷം ഉണ്ടാകും. അവരോട് ചിരിക്കാൻ മാത്രമല്ല പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, സലാം പറയാനാണ്. സലാം പറയാ, അസ്സലാമു അലൈക്കും എന്ന അറബിയിൽ നിങ്ങൾ പറയാ, അതാണ് സലാം. പക്ഷേ മറ്റുള്ളവരോട് മലയാളത്തിലും പറയാ, ദൈവത്തിൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന്. എന്താ അത് പറഞ്ഞുകൊണ്ട് കുഴപ്പം? അതുകൊണ്ട് എന്താക്കണം, നമ്മളിപ്പോൾ ഈ പറഞ്ഞതല്ലേ പ്രശ്നം. അസ്സലാമു അലൈക്കും എന്നുള്ളത് ഇനി മറ്റൊരു പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാവരോടും ചെല്ലാൻ
ചെല്ലണ്ട, ഓൾക്കൊരു പ്രശ്നമാവണ്ട എന്നുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് എല്ലാവരോടും പറയാമല്ലോ. അതിൻ്റെ അറബിയാണ് അസ്സലാമു അലൈക്കും. അങ്ങനെ ദൈവകാരുണ്യത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല സ്നേഹത്തിനും സമൃദ്ധിക്കും വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ അച്ചടക്കത്തോടു കൂടി, നല്ല സൗഹാർദ്ദത്തോടു കൂടി, പാരസ്പര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് ഇത്, ഒരു മഹല്ലിലെ വക്താക്കളാണ് ഇത്. ഇനിയും ഇതിനെ ഊട്ടിയുറപ്പിച്ച് ബിസിനസ്സുകളിൽ പ്രശ്നങ്ങളില്ലാതെ, സഹായങ്ങൾ കുറക്കാതെ എല്ലാവരെയും ഒന്നിച്ചു കണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് നിങ്ങളുടെ മനസ്സിലെ ഒരു സ്വപ്ന സൗധം, ഈ MEA എന്ന് പറയുന്ന ഈ ഒരു വലിയ സൗധം നിങ്ങളുടെ മുമ്പിൽ സാർത്ഥകമായിരിക്കാൻ ഇതിനെല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇനിയും ഒരുപാട് ആളുകളെ സഹായിക്കാൻ ഇതൊരു ഹേതുകമാകട്ടെ. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും തീരാനും ഇതൊരു ഹേതുകമാകട്ടെ. ഈ കൂട്ടായ്മ സിലത്തുർ റഹം ഇതിനെ ബന്ധിപ്പിച്ചതിന് അള്ളാഹു പ്രത്യേക കാരുണ്യം നൽകട്ടെ. അതിന് നേതൃത്വം നൽകിയ ഇതിൻ്റെ മുഴുവൻ ആളുകൾക്കും 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ മഹല്ലുകൾക്കും നിങ്ങൾ കൊടുത്തത് ഉദാത്തമായൊരു മാതൃകയാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.